എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 24 ചൊവ്വാഴ്ച. മാർക്കറ്റ് ഇന്നൊരു ഫോള് തന്നെയായിരുന്നു. HDFC ബാങ്ക് 1.42%, L&T 3.60%, അതുപോലെ തന്നെ IT സ്റ്റോക്കുകളുണ്ടായിരുന്ന വലിയൊരു ഇടിവും കൂടിയായപ്പോൾ ഇന്ന് ബെഞ്ച് മാർക്ക് ഇക്വിറ്റി ഇൻഡെക്സുകളും 4 ദിവസത്തിനിടയിലെ ഏറ്റവും മോശം സെഷനാണ് സാക്ഷ്യം വഹിച്ചത്. ട്രംപിന്റെ പുതുക്കിയ താരിഫ് ഭീഷണിയും മാർക്കറ്റ് സെന്റിമെന്റിനെ ബാധിച്ചു എന്ന് പറയാം. IT സ്റ്റോക്കുകളിൽ സ്ട്രോങ് ഫാൾ തന്നെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റുകൾ കുത്തനെ ഇടിയാനുള്ള പ്രധാനമായ ഒരു കാരണം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലമുള്ള തടസ്സങ്ങളും ട്രഡീഷണൽ സർവീസ് പ്രൊവൈഡേഴ്സിനുള്ള മാർജിൻ പ്രഷറുകളും സംബന്ധിച്ച ഗ്ലോബൽ ആശങ്കകൾ വീണ്ടും ഉയർന്നു വരികയും ചെയ്തതോടുകൂടി ഡൊമസ്റ്റിക് മാർക്കറ്റുകളിൽ IT ഷെയറുകൾ കുറഞ്ഞു പോവുകയാണ് ചെയ്തത്. ട്രേഡിംഗ് ഡീലുകളെ കുറിച്ചുള്ള ട്രംപിൻ്റെ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ടാരിഫുകൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും അധിക സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്തതോടുകൂടി ഗ്ലോബൽ ട്രേഡിംഗ് ടാരിഫ് ആശങ്കകളും വീണ്ടും ഉയർന്നു വന്നു. IT സെക്ടറിലെ ലോങ് ടേം പ്രഷർ റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡിനെയും വാല്യുവേഷനെയും ബാധിക്കുമെന്ന പ്രതീക്ഷകളും റിയാലിറ്റി ഷെയറുകളിൽ സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എംബസി, ലേബർമാരെ ഒഴിപ്പിക്കലുകളും വൈഡർ റീജിയണൽ എസ്കലേഷനെ കുറിച്ചുള്ള ഇറാന്റെ മുന്നറിയിപ്പുകളും മൂലം US ഇറാൻ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതും മൊത്തത്തിൽ മാർക്കറ്റുകൾ ജിയോ പൊളിറ്റിക്കൽ റിസ്കിനോടും സെക്ടർ സ്പെസിഫിക് സമ്മർദ്ദങ്ങളോടും വളരെ സെൻസിറ്റീവായാണ് തുടർന്നു പോകുന്നത്. നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി 370 പോയിന്റോളം താഴ്ന്ന് അവസാനം 288 പോയിന്റ് നെഗറ്റീവിൽ 1.12% ഇടിഞ്ഞ് 25,424 എത്തി നിൽക്കുന്നത്. അതുപോലെ സെൻസെക്സിലേക്ക് വരുമ്പോൾ 1.28% ഇടിഞ്ഞ് 1068 പോയിന്റ് കുറഞ്ഞ് 82,225 ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 0.35% മാത്രമാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. 216 പോയിന്റ് 61,047 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റുകൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾ യഥാക്രമം 0.32%, 0.55% ഇടിവോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT തന്നെയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത്. ഇൻട്രാഡേ സെഷനിൽ 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ ശേഷം IT 4.74% ഇടിഞ്ഞ് 30,053 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 17 വർഷത്തെ, അതായത് മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ 17 വർഷത്തെ ഏറ്റവും മോശം പ്രകടനമാണ് ഇന്ന് ഫെബ്രുവരി 2026 IT സെക്ടർ കാഴ്ചവെച്ചിരിക്കുന്നത്. 20% മന്ത്ലി വൈസ് നോക്കുകയാണെങ്കിൽ IT ഇടിഞ്ഞിരിക്കുന്നത്. 2.54% ഇടിവോടെ നിഫ്റ്റി റിയാലിറ്റി രണ്ടാമത്തെ മോശം പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് അല്പം തെറ്റില്ലാതെ തന്നെ ഇന്ന് മുന്നേറി. ഇന്ന് നിഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്ത 50 സ്റ്റോക്കുകളിൽ 17 മാത്രമാണ് പച്ചകത്തിയത്. ബാക്കി 33 റെഡിലാണ്. അതിൽ ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, എറ്റേണൽ, ഇൻഫോസിസ്, TCS തുടങ്ങി 3.83% മുതൽ 6.63% വരെയാണ് ഇടിഞ്ഞിരിക്കുന്നത്. NTPC, കോൾ ഇന്ത്യ, JSW സ്റ്റീൽ, ഇൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങി 17 സ്റ്റോക്കുകൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. കേവലം 0.53% മുതൽ 1.94% വരെയാണ് ഇവ നേട്ടമുണ്ടാക്കിയിട്ടുള്ളൂ. നിഫ്റ്റി ഇന്ന് സെഷനിലുടനീളം നെഗറ്റീവ് ബയാസ് നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന EMAകൾക്ക് താഴേക്ക് പോയിരിക്കുന്നു. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലുകൾ തകർത്ത് 25,500 എന്നുള്ള ലെവലിനും താഴെയായി. 25,328 സമീപം ഒരു ഇൻട്രാഡേ ലോ സൈഡിലേക്ക് ഇന്ന് നിഫ്റ്റി വന്നു. ഇവിടെ നിന്നൊക്കെ ഓരോ തവണ, അതായത് ഓരോ ഫാളിലും തിരിച്ചു കയറാൻ ശ്രമിക്കുന്തോറും അവിടെയെല്ലാം ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിനെ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ സെല്ലിംഗ് പ്രഷർ നേരിടുന്നതുകൊണ്ട് ക്ലിയർ ലോവർ ഹൈ, ലോവർ ലോ സ്ട്രക്ചർ ഫോം ആയിക്കൊണ്ടേയിരുന്നു. 25,500, 25,600,
ഈ ഒരു സോൺ നിർണായക റെസിസ്റ്റൻസ് ബാൻഡായിട്ടാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഈ സോണിന് മുകളിലുള്ള ഒരു നിർണായക ബ്രേക്കൗട്ട് 25,700 ലെവലുകളിലേക്ക് ഒരു ഷോർട്ട് കവറിങ്ങിന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതേസമയം 25,300 താഴെ സസ്റ്റെയിൻ ചെയ്താൽ 25,200 അല്ലെങ്കിൽ അതിൽ താഴെയിലേക്കുള്ള ഡൗൺ സൈഡ് മൊമെൻറ്റം സ്ട്രോങ് ആവാനും സാധ്യതയുണ്ട്. കാരണം മൊമെൻറ്റം ഇൻഡിക്കേറ്റർ സ്ലൈറ്റ്ലി വീക്ക്നെസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം തന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇത് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. നോക്കൂ, നമ്മുടെ സപ്പോർട്ട് ലെവലിന് താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും നമുക്ക് സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. നാളെ ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ടായിട്ട് 60,800 താഴെ എൻട്രി എടുത്ത് പോകാം. അതേപോലെ അപ്സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 61,340 മുകളിലും അല്ലെങ്കിൽ ഇന്നലത്തെ ലെവൽ തന്നെ മതി 61,440 മുകളിൽ എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഈ 2 ലെവലുകൾ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് 25,300 താഴെ പോവുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം. അതുപോലെ അപ്സൈഡിലേക്ക് 25,550 മുകളിലും ഈ 2 ലെവലുകളും നിഫ്റ്റിയിലും വാച്ച് ചെയ്യാം. നാളെ ഈ 2 ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.